മാത്തമാറ്റിക്സ്. നമ്മുടെ തേർഡ് ചാപ്റ്ററിൽ ചാൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നതായിരുന്നു. അതിനകത്ത് നമ്മൾ ജോമെട്രിക്കൽ പ്രോബബിലിറ്റിയാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് വരുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നമുക്കൊരു 2 more ക്വസ്റ്റ്യൻസ് കൂടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതുകൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ജോമെട്രിക്കൽ പ്രോബബിലിറ്റിയുടെ ഫുൾ കവറേജ് ആയി കഴിയും. Okay, today we can consider the 4th question. In the below picture, a triangle got by joining alternative vertices of a regular hexagon. Calculate the probability of a dot put without looking to the picture to be within the green part. നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗറിൽ ആ ഗ്രീൻ കളർ ട്രയാങ്കിളിനകത്ത് ഡോട്ട് വരാനുള്ള പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ പാർട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. See the figure here. Now we are considering a regular hexagon. എന്താണ് റെഗുലർ ഹെക്സഗൺ? 6 സൈഡുള്ള ഒരു പോളിഗൺ ആണ്. ആ 6 സൈഡും ഈക്വൽ ആണ്. അപ്പോഴാണ് അതിനെ നമുക്ക് റെഗുലർ പോളിഗൺ അല്ലെങ്കിൽ റെഗുലർ ഹെക്സഗൺ എന്ന് വിളിക്കാൻ പറ്റുന്നത്. 6 സൈഡ് ആയതുകൊണ്ടാണ് റെഗുലർ ഹെക്സഗൺ. സൈഡ്സ് എല്ലാം ഈക്വൽ ആകുന്ന പോളിഗൺ നമ്മൾ റെഗുലർ പോളിഗൺ എന്നാണ് പറയുന്നത്. റെഗുലർ പോളിഗൺ ഒക്കെ നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നുണ്ട്. റെഗുലർ പോളിഗന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ സൈഡ്സ് എല്ലാം ഈക്വൽ ആയിരിക്കും. അതുപോലെ അതിന്റെ ഇന്നർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, ഔട്ടർ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇത് റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട് ഇതിന്റെ 6 സൈഡ്സും ഈക്വൽ ആണ്. ഇനി അപ്പോ ഇന്നർ വരുന്ന 6 ആംഗിൾസും ഈക്വൽ ആണ്. ടോട്ടൽ ഇന്നർ ആംഗിൾ ഓഫ് എ പോളിഗൺ എന്ന് പറയുന്നത് 8th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചു. n-2 into 180 എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് ഹെക്സഗൺ ആയതുകൊണ്ട് 6 സൈഡ്സ് ഉണ്ട്. അപ്പോ ഇന്നറിൽ വരുന്ന 6 ആംഗിൾസിന്റെയും കൂടെ ടോട്ടൽ എന്ന് പറയുന്നത് 6 - 2 into 180. 6 - 2 എന്ന് പറഞ്ഞാല് 4 into 180. 6 ആംഗിൾസിന്റെ ടോട്ടൽ ആണ്. 4 into 180യെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6 കൊണ്ട് 180യെ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 30 കിട്ടും. അപ്പൊ 4 into 30 എന്ന് പറഞ്ഞാൽ 120 ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഗുലർ ഹെക്സഗന്റെ 1 ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 120 ആയിരിക്കും. കണ്ടില്ലേ? ഓക്കെ, ഞാൻ 3 ആംഗിൾസേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. കാരണം റിമൈനിങ് 3 ആംഗിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രീൻ കളറിൽ വരുന്ന ട്രയാംഗിളിന്റെ വെർട്ടിസസ് പോയിന്റ് ചെയ്യുന്ന ആ പൊസിഷനകത്താണ് റിമൈനിങ് 3 ആംഗിൾസ് വരുന്നത്. ഞാൻ അങ്ങോട്ട് മാർക്ക് ചെയ്തില്ല. ഓക്കെ, എന്തായാലും നമുക്ക് റെഗുലർ ഹെക്സഗന്റെ 3 ആംഗിൾസ് നമ്മൾ മാർക്ക് ചെയ്തു 120 വെച്ചിട്ട്. ഇനി നിങ്ങൾ നോക്കിയേ, ആ 120 വന്നിരിക്കുന്ന 3 യെല്ലോ കളർ ട്രയാംഗിൾസ് ഈക്വൽ ട്രയാംഗിൾസ് ആകുമോ? 120 എന്ന് പറയുന്ന ആംഗിളിന്റെ ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന സൈഡ്സ് 3 ട്രയാംഗിൾസിനും ഈക്വൽ അല്ലേ? റീസൺ എന്താ? ആ 120യുടെ ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന സൈഡ്സ് എന്ന് പറയുന്നത് റെഗുലർ ഹെക്സഗന്റെ സൈഡ്സാ. റെഗുലർ ഹെക്സഗന്റെ സൈഡ്സ് എല്ലാം ഈക്വൽ ആവുന്നുണ്ട് അല്ലെ? അപ്പോ യെല്ലോ കളറിൽ വരുന്ന ആ 3 ട്രയാംഗിൾസിന്റെയും 120യുടെ ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന സൈഡ്സ് ഈക്വൽ ആവുന്നു. അതോടൊപ്പം ആ 3 യെല്ലോ കളർ ട്രയാംഗിളിനും 120 എന്ന് പറയുന്ന ആംഗിൾ ആണ് ആ ഈക്വൽ സൈഡ്സിന്റെ ബിറ്റ്വീൻ വരുന്നത് കൊണ്ടും നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ച സൈഡ് ആംഗിൾ സൈഡ് പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടി വെച്ച് ഈ യെല്ലോ കളറിൽ വരുന്ന 3 ട്രയാംഗിൾസും ഈക്വൽ ആവും. ഇനി ഈക്വൽ ട്രയാംഗിൾസിന്റെ പ്രത്യേകത എന്താ? ഈക്വൽ ട്രയാംഗിൾസിന്റെ ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അങ്ങനെ വരുമ്പോൾ 120യുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ കളറിൽ വരുന്ന ട്രയാംഗിളിന്റെ സൈഡ് അല്ലേ? ആ ഏറ്റവും ടോപ്പിലെ യെല്ലോ കളറിൽ വരുന്ന ട്രയാംഗിളിന്റെ 120 എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് വരുന്നതും ഗ്രീൻ കളറിൽ വരുന്ന ട്രയാംഗിളിന്റെ ഒരു സൈഡാണ്. ഇനി ലെഫ്റ്റ് സൈഡിൽ വരുന്ന 120 എന്ന് പറഞ്ഞാൽ യെല്ലോ കളറിൽ വരുന്ന ട്രയാംഗിളിന്റെ 120യുടെ ഓപ്പോസിറ്റ് വരുന്നത് ഗ്രീൻ കളറിൽ വരുന്ന ട്രയാംഗിളിന്റെ സൈഡാണ്. റൈറ്റ് സൈഡിൽ വരുന്ന യെല്ലോ കളറിൽ വരുന്ന ട്രയാംഗിളിന്റെ 120 എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് വരുന്നതും നമ്മുടെ ഗ്രീൻ കളറിൽ വരുന്ന ട്രയാംഗിളിന്റെ സൈഡാണ്.
അപ്പോ നമ്മുടെ യെല്ലോ കളറിൽ വരുന്ന 3 ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് അതിന്റെ തേർഡ് സൈഡായ ആ ഗ്രീൻ കളറിൽ വരുന്ന ട്രയാങ്കിളിന്റെ സൈഡ്സ് ഈക്വൽ ആണ്. എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളറിലെ ട്രയാങ്കിൾ ഏതായി? 3 സൈഡ്സ് ഈക്വൽ ആവുന്ന ട്രയാങ്കിൾ ആയി അല്ലെ? 3 സൈഡ്സ് ഈക്വൽ ആവുന്ന ട്രയാങ്കിൾ ആരാ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ? അപ്പോ 2 കാര്യങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കി വെച്ചോണം. ഗ്രീൻ കളറിലെ നമ്മുടെ റീജിയൻ, നമുക്ക് ഫേവർ ചെയ്യുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇനി ആ യെല്ലോ കളറിൽ വരുന്ന ആ ട്രയാങ്കിൾസ് അത് ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. 2 സൈഡ്സ് ഈക്വൽ ആവുന്ന ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. ഐസോസിലസ് ട്രയാങ്കിളിന്റെ അപ്പെക്സിൽ നിന്ന് ബേസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ആ പെർപെൻഡിക്കുലർ ബേസിനെ ബൈസെക്ട് ചെയ്യും. അതോടൊപ്പം ആ പെർപെൻഡിക്കുലർ അപ്പെക്സിലെ ആംഗിളിനെയും ബൈസെക്ട് ചെയ്യുമെന്ന് 8th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചു. എന്നിട്ട് നമുക്കിവിടെ ആ ടോപ്പിൽ വരുന്ന യെല്ലോ കളർ ട്രയാങ്കിളിന് ഒരു നെയിം കൊടുക്കാം, ABC. ഇനി ABC എന്ന് പറയുന്നത് ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. കാരണം എന്താ? ABയും ACയും ഈക്വൽ ആണ്. അത് റെഗുലർ ഹെക്സാഗന്റെ സൈഡാണ്. ഈ ഐസോസിലസ് ട്രയാങ്കിളിന്റെ അപ്പെക്സ് ആയ എയിൽ നിന്ന് ബേസിലേക്ക്, അതായത് BCയിലേക്ക് ഞാനൊരു പെർപെൻഡിക്കുലർ കൺസ്ട്രക്ട് ചെയ്യുന്നു. അത് ഡിയിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഡിയിലെ ആംഗിൾ 90 ഡിഗ്രി ആവും. ഓക്കെ ആണല്ലോ. ഇനി നോക്കിയേ, ABC എന്ന് പറയുന്നത് ഐസോസിലസ് ട്രയാങ്കിൾ അല്ലേ? 8th സ്റ്റാൻഡേർഡിൽ പറഞ്ഞതുപോലെ ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ അപ്പെക്സ് എന്ന് പറയുന്നത്. ഇവിടെ A ആണ് അപ്പെക്സ്. അപ്പെക്സിൽ നിന്ന് ബേസിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ബേസ് ആയ BCയെ ബൈസെക്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ BCയില് BDയും DCയും ഈക്വൽ ആവും. എന്ന് പറഞ്ഞാൽ D മിഡ് പോയിന്റ് ആണ്. അതോടൊപ്പം ഈ പെർപെൻഡിക്കുലർ അപ്പെക്സ് ആയ Aയിലെ ആംഗിളിനെയും ബൈസെക്ട് ചെയ്യും. നമ്മൾ നേരത്തെ നോട്ട് ചെയ്തു, Aയിലെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 120 ആണ്. ആ 120യെ ബൈസെക്ട് ചെയ്യുമ്പോൾ എത്ര വെച്ച് വരും? 60 ഡിഗ്രി വെച്ച് വരും അല്ലെ? Aയിലെ ആ പെർപെൻഡിക്കുലർ ലെഫ്റ്റ് സൈഡിൽ 60 ഡിഗ്രി വരും, റൈറ്റ് സൈഡിലും 60 വരും. ഞാൻ റൈറ്റ് സൈഡിൽ 60 മാർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടെ നോക്കിയാൽ നമുക്ക് ADB എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ അല്ലേ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലെ? ADB ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതിനകത്ത് 2 ആംഗിൾസ് നമുക്കറിയാം, 90യും 60യും. ഓട്ടോമാറ്റിക് ആയിട്ട് തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് ടോട്ടൽ ആംഗിൾ ആയ 180യിൽ നിന്ന് ഈ 90 + 60 അതായത് 150 സബ്സ്ട്രാക്ട് ചെയ്താൽ പോരെ? അപ്പൊ 180യിൽ നിന്ന് 90 + 60 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 30 എന്ന് കിട്ടും അല്ലെ? അപ്പൊ നമുക്ക് ADB എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ആംഗിൾസ് കിട്ടി 30, 60, 90. 9th സ്റ്റാൻഡേർഡ് നമ്മൾ പഠിച്ചു, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ആംഗിൾസ് 30, 60, 90 ആണെങ്കിൽ അവിടുത്തെ സൈഡ്സിന് ഒരു പർട്ടിക്കുലർ റേഷ്യോ ഉണ്ടായിരിക്കും. അത് നമുക്ക് പിന്നീട് പറയാം. എന്തായാലും അങ്ങനെ ഒരു റേഷ്യോ ഉണ്ട്, നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചു. അപ്പോ 8th സ്റ്റാൻഡേർഡിലെ ഐസോസിലസ് ട്രയാങ്കിൾ നമ്മളിവിടെ കൺസിഡർ ചെയ്തു. അടുത്ത 9th സ്റ്റാൻഡേർഡിലെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ 30, 60, 90 വരുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ റേഷ്യോയും നമുക്കിവിടെ കൺസിഡർ ചെയ്യേണ്ടി വരും. ഇനി നോക്കിയേ, നമ്മൾ ഈ ജോമെട്രിക്കൽ പ്രോബബിലിറ്റി പറഞ്ഞു വരുമ്പോഴൊക്കെ പറയുന്നുണ്ട് അവിടെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ലാർജർ ഒരു ജോമെട്രിക്കൽ ഫിഗർ ഉണ്ടാവും, സ്മോളർ ആയിട്ടുള്ള ജോമെട്രിക്കൽ ഫിഗർ അല്ലെങ്കിൽ ഫിഗേഴ്സും ഉണ്ടാവും. ഇതിനകത്ത് ഒന്നുകിൽ ലാർജർ ജോമെട്രിക്കൽ ഫിഗറിന്റെ ഡയമെൻഷൻ മെഷർമെന്റ് എന്തെങ്കിലും തരണം, അല്ലെങ്കിൽ സ്മോളർ ആയിട്ടുള്ള ജോമെട്രിക്കൽ ഫിഗേഴ്സിന്റെ മെഷർമെന്റ്സ് തരണം. തരാത്ത ക്വസ്റ്റ്യൻസും ഉണ്ടാകുമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നു. അങ്ങനെ മെഷർമെന്റ് തന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവിടെ വരുന്ന ലാർജർ ജോമെട്രിക്കൽ ഫിഗറിനോ അല്ലെങ്കിൽ സ്മോളർ ജോമെട്രിക്കൽ ഫിഗറിനോ ഒരു വേരിയബിൾ വാല്യൂ അസൈൻ ചെയ്യും. അപ്പൊ ഞാനിവിടെ ആ AB എന്ന് പറയുന്ന നമ്മുടെ ഹെക്സഗന്റെ സൈഡിനെ 2A എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണ്. ലെറ്റ് ദ സൈഡ് AB = 2A. ഓക്കെ, AB എന്ന് പറയുന്നത് ഹെക്സഗന്റെ സൈഡാണ്. ആ ഹെക്സഗന്റെ സൈഡാണ് നമ്മുടെ ADB എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഒരു സൈഡായിട്ട് ഇപ്പം ആക്ട് ചെയ്യുന്നത്. സോ ഇൻ ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ADB, ആംഗിൾ B = 30 ഡിഗ്രി, ആംഗിൾ A = 60 ഡിഗ്രി, ആംഗിൾ D = 90 ഡിഗ്രി, ആൻഡ് വൺ സൈഡ് AB = 2A. അന്നേരം റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ 30, 60, 90 ആംഗിൾസ് ആണ്
അതോടൊപ്പം അതിന്റെ വൺ സൈഡ് നമുക്കറിയാം AB. ഈ റേഷ്യോ എപ്പോഴാ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, പൈതഗോറസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ 2 സൈഡ്സ് അറിയണം. ഇനി ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ only one സൈഡേ നമുക്ക് അറിയാവൂ. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 30, 60, 90 ആണെങ്കിൽ വൺ സൈഡേ ഉള്ളൂവെങ്കിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് റിമൈനിങ് 2 സൈഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് റേഷ്യോ യൂസ് ചെയ്തുകൊണ്ട് റിമൈനിങ് 2 സൈഡ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ റേഷ്യോയുടെ റോൾ എന്താന്ന് വെച്ചാൽ ഇതാണ്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനകത്ത് 2 സൈഡ്സ് ഗിവൺ ആണെങ്കിൽ തേർഡ് സൈഡ് പൈതഗോറസ് തിയറം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനകത്ത് only one സൈഡ് ആണ് ഗിവൺ. അങ്ങനെ വരുമ്പോൾ റിമൈനിങ് 2 സൈഡ്സ് പൈതഗോറസ് തിയറം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ സിറ്റുവേഷനകത്ത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ആംഗിൾസ് 30, 60, 90 ആണെങ്കിൽ ആ റേഷ്യോ പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് നമുക്ക് റിമൈനിങ് 2 സൈഡ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇവിടെ 30, 60, 90 ആയതുകൊണ്ട് therefore the side opposite to 30 എന്ന് പറയുന്നത് ഏതാ? AD is to side opposite to 60 എന്ന് പറയാം BD is to side opposite to 90 എന്ന് പറയാൻ AB. That is AD is to BD is to AB എന്ന് പറയുന്നത് റേഷ്യോ 9th നമ്മൾ പഠിച്ചു 1:√3:2 എന്നാണ്. അപ്പോൾ ഈ റേഷ്യോ എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നു? ഇവിടുത്തെ ADB എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ only one സൈഡേ നമുക്ക് അറിയാവൂ. ആ only one സൈഡ് മാത്രം അറിയുമ്പോൾ റിമൈനിങ് 2 സൈഡ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പൈതഗോറസ് തിയറം സപ്പോർട്ട് ചെയ്യില്ല. പകരം റേഷ്യോയിലായിരിക്കും നമുക്ക് സപ്പോർട്ട് കിട്ടുന്നത്. ഇനി എങ്ങനെ റേഷ്യോ നമ്മൾ ചെയ്യുമെന്ന് ചോദിച്ചാൽ, നോക്കിയേ, നമ്മുടെ റേഷ്യോയിൽ AB കണ്ടോ? AD is to BD is to ABയിലെ AB. ആ ABയുടെ റേഷ്യോയിലെ റെപ്രസെന്റ് ആരാ? 2 ആണ് അല്ലെ? നമ്മൾ 8th സ്റ്റാൻഡേർഡിലും 7th ഒക്കെ റേഷ്യോ പഠിച്ചിട്ടുണ്ട്. റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സിംപ്ലിഫൈഡ് ഫോം ആണ്, അല്ല എക്സാക്ട് വാല്യൂ അല്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ. പേപ്പറിൽ എഴുതി വെച്ചോ 5:10. നമ്മൾ റേഷ്യോയിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? 1:2 എന്ന് എഴുതും. അപ്പോൾ 1:2 എന്ന് പറയുന്നത് ആരുടെ റെഡ്യൂസ്ഡ് ഫോമാ? 5:10ന്റെയാണ്. 5:10ന്റെ മാത്രമല്ല പല നമ്പേഴ്സിന്റെയും വരും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നിട്ട് 5ഉം 10ഉം ഞാൻ കൺസിഡർ ചെയ്തത്. ഞാൻ 5ഉം 10ഉം കൺസിഡർ ചെയ്ത് 5:10ന് ഞാൻ എങ്ങനെ ഷോർട്ട് ചെയ്തു? 1:2. അപ്പോ ഈ റേഷ്യോയില് 1 എന്ന് പറഞ്ഞാൽ 5ന് ഈക്വൽ ആണോ? അല്ല. 2 10ന് ഈക്വൽ ആണോ? അല്ല. ഇനി എങ്ങനെ ഈക്വൽ ആക്കാം? ആ 1 എന്ന് പറയുന്നത് 5 ആകണമെങ്കിൽ 1നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ റേഷ്യോയിലെ ഒരു നമ്പറിനെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് റേഷ്യോയിൽ കൂടെ നിൽക്കുന്ന എല്ലാവരെയും ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 1:2 എന്ന് പറയുന്ന ഒരു നമ്പറിനകത്ത് 1നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 5 5 ആയി. അപ്പൊ 2നെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പറ്റും, അല്ലെങ്കിൽ റേഷ്യോയിൽ പ്രശ്നം ഉണ്ടാകും. അന്നേരം 2 × 5 10 കറക്റ്റ് കിട്ടത്തില്ലേ? അതുപോലെ AD is to BD is to AB എന്ന് പറയുന്നത് 1:√3:2 ആണ്. ആ റേഷ്യോയിലെ AB എന്ന് പറയുന്ന സൈഡിന്റെ ലെന്ത് തൊട്ട് മുകളിൽ നോക്കിയേ 2A ആണെന്നറിയാം അല്ലെ? അതിന്റെ എക്സാക്ട് വാല്യൂ 2A ആണ്. ABയുടെ എക്സാക്ട് വാല്യൂ 2A ആണ്. പക്ഷെ റേഷ്യോയിൽ ABയുടെ റെപ്രസെന്റേറ്റീവ് ആരാ? വെറും 2 ആണ്. അപ്പൊ 2 എന്ന് പറയുന്നത് 2A ആകണമെങ്കിൽ ഒരു A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റേഷ്യോ ആയതുകൊണ്ട് എല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യത്തെ 1നെയും A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സെക്കൻഡ് വരുന്ന √3യും A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. തേർഡ് വരുന്ന 2നെയും A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. തേർഡ് വരുന്ന 2നെ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2A ആകുമല്ലോ. ഓക്കെ, അന്നേരം 2 അതിന്റെ എക്സാക്ട് വാല്യൂയിലേക്ക് മാറുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് √3നെ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് അതിന്റെ എക്സാക്ട് വാല്യൂയിലാവും. 1നെ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെയും എക്സാക്ട് വാല്യൂ ആവും. സോ ഓൺ മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് ബൈ A വി വിൽ ഗെറ്റ് BD ഈക്വൽ ടു A√3. ഇപ്പൊ നോർമലി ഒരു ഡൗട്ട് വരും, സാറേ ADയെ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? നമുക്ക് ADയുടെ ആവശ്യമില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? നോക്കിയേ, നമ്മുടെ റെഗുലർ ഹെക്സഗന്റെ സൈഡ് 2A എന്നറിയാം. അതായത് ലാർജർ ജോമെട്രിക്കൽ ഫിഗറിന്റെ 1 സൈഡ് നമുക്കുണ്ട്. അതുകൊണ്ട് അതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇനി നമ്മുടെ ഫേവറബിൾ ആകുന്ന അല്ലെങ്കിൽ സ്മോളർ ആയിട്ട് വരുന്ന ജോമെട്രിക്കൽ ഫിഗർ ആയ ആ ഗ്രീൻ കളറിലെ ട്രയാങ്കിളിന്റെ, അതായത് ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 1 സൈഡൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 1 സൈഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മൾ ADB എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ വന്ന് അവിടുന്ന് BD കിട്ടിയാൽ മതി. കാരണം BD കിട്ടിയാൽ BDയുടെ ഡബിൾ ആയിരിക്കും BC, അതായത് നമ്മുടെ ഗ്രീൻ കളറിൽ വരുന്ന ട്രയാങ്കിളിന്റെ 1 സൈഡ് എന്ന് പറയുന്നത്.
അതിനാണ് നമ്മളിവിടെ ബി ഡിയെ മാത്രം മൾട്ടിപ്ലൈ ചെയ്തത്. കാരണം എ ഡി നമുക്ക് ആവശ്യമില്ല. ഇത് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങളിപ്പം വിക്ടേഴ്സിൽ ട്രിഗ്നോമെട്രി കണ്ടുവരുന്നുണ്ട്, അവിടെ ഈ റേഷ്യോ ഒക്കെ വരുന്നുണ്ട്. നമുക്ക് റേഷ്യോയെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് ഗിവൺ ആയിരിക്കുന്ന സൈഡ് നോക്കുക, റേഷ്യോയിലെ ആ സൈഡിന്റെ റെപ്രസെന്റേറ്റീവ് നോക്കുക. റേഷ്യോയിലെ ആ സൈഡിന്റെ റെപ്രസെന്റേറ്റീവിനെ ഗിവൺ എക്സാക്ട് വാല്യൂയിലേക്ക് റേസ് ചെയ്യാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് കണ്ടുപിടിക്കുക. ആ ടേം കൊണ്ട് റേഷ്യോയിലുള്ള എല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്തോ, പക്ഷെ നമുക്ക് ആവശ്യമുള്ള സൈഡിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കാൽക്കുലേഷന് വേണ്ടി ചൂസ് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ എ ഡി ഇവിടെ കാൽക്കുലേഷൻ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് എ ഡിയെ ഞാൻ എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാതെ. ബി ഡിയെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബി ഡി കിട്ടിയാൽ ബി ഡിയുടെ ഡബിൾ ആണ് ബി സി. അതുകൊണ്ടാണ് ബി ഡിയുടെ റെപ്രസെന്റേറ്റീവായ √3 ഞാൻ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ബി ഡി ഈക്വൽ ടു എ √3 കിട്ടി അല്ലെ. ഇനി ആ ബി സിയുടെ മിഡ് പോയിന്റ് ആണ് ഡി. അപ്പോ ബി ഡിയുടെ ഡബിൾ ആയിരിക്കും ആര്? ബി സി എന്ന് പറയുന്നത് അല്ലെ. സോ സിൻസ് ബി സി ഈക്വൽ ടു 2BD, ദാറ്റ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ബി ഡിയുടെ വാല്യൂ എ √3 ആണ്. അപ്പോ നമ്മുടെ ഗ്രീൻ കളറിൽ വരുന്ന ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ വൺ സൈഡ് ആയി അല്ലെ ബി സിയുടെ ലെന്ത് 2a √3 എന്ന് കിട്ടി. ഫേവറബിൾ ഏരിയ ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ നമ്മുടെ ജോമെട്രിക്കൽ പ്രോപ്പർട്ടി. ഫേവറബിൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഏതാ? നമ്മുടെ ഗ്രീൻ കളറിൽ വരുന്ന ഇക്വലാറ്റർ ട്രയാങ്കിൾ അല്ലെ. സിൻസ് ട്രയാങ്കിൾ BCE ഈസ് ആൻ ഇക്വലാറ്ററൽ, ഹെൻസ് ഏരിയ ഈക്വൽ ടു, ഇക്വലാറ്റർ ട്രയാങ്കിൾ ഏരിയ കാണുന്ന ഫോർമുല എന്താ? √3/4 സൈഡിന്റെ സ്ക്വയർ. √3/4 ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ സൈഡ്, അതിന്റെ സ്ക്വയർ. ആ സൈഡിന് മാത്രം സ്ക്വയർ കൊടുക്കുക. ഇനിയിപ്പോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇനി നിങ്ങൾ അറിയേണ്ടത്, നമ്മള് 9th ഒക്കെ പഠിച്ചതാണ്, ഒരു റെഗുലർ ഹെക്സഗന്റെ 3 ഡയഗണൽസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്താൽ ആ 3 ഡയഗണൽസ് ആ റെഗുലർ ഹെക്സഗനെ 6 ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇനി ഓരോ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെയും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല ഏത് തന്നെയാണ്? √3/4 സൈഡിന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് ഇതിന്റെ പ്രോബബിലിറ്റിയിലേക്ക് വരാം. നമുക്ക് വേണ്ടത് ഇപ്പം ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ സൈഡ് അറിയാം, അതുപോലെ റെഗുലർ ഹെക്സഗന്റെയും സൈഡ് അറിയാം. എന്നിട്ട് നമുക്ക് ഇനി ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് വിത്തിൻ ഗ്രീൻ പാർട്ട് ഈക്വൽ ടു ഫേവറബിൾ ഏരിയ ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ. ആരാ ഫേവറബിൾ ഏരിയ? ആ ഗ്രീൻ കളറിൽ വരുന്ന BCE എന്ന് പറയുന്ന ഇക്വലാറ്റർ ട്രയാങ്കിൾ. ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ എവിടെ വെച്ചിട്ടുണ്ടല്ലോ? √3/4 സൈഡിന്റെ സ്ക്വയർ. ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ സൈഡ് BC അല്ലേ? BCയുടെ ലെന്ത് എന്ത് വരുന്നു? 2a √3. എന്നിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു √3/4 ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ സൈഡ് 2a √3യുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ 6 √3a സ്ക്വയർ. ഈ പേപ്പറും പേനയും എടുത്തേ. ഈ 6 √3a സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഗുലർ ഹെക്സഗന്റെ ഏരിയ. അത് എങ്ങനെ കിട്ടും എന്ന് പറഞ്ഞുതരാം. ഞാൻ അല്പം മുന്നേ പറഞ്ഞല്ലോ, റെഗുലർ ഹെക്സഗന്റെ ഡയഗണൽസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്താൽ ആ ഡയഗണൽസ് ആ റെഗുലർ ഹെക്സഗനെ 6 ഈക്വൽ ഇക്വലാറ്റർ ട്രയാങ്കിൾസ് ആവും. ആ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഒക്കെ സൈഡ് എന്ന് പറഞ്ഞാൽ റെഗുലർ ഹെക്സഗന്റെ സൈഡിന് ഈക്വൽ ആണ്. 6 ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ എടുക്കും? 6 ഇൻറ്റു ഏരിയ ഓഫ് 1 ഇക്വലാറ്റർ ട്രയാങ്കിൾ. പേപ്പർ എടുത്ത് വെച്ചോണേ. 6 ഇൻറ്റു ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏരിയയുടെ. √3/4 സൈഡിന്റെ സ്ക്വയർ. റെഗുലർ ഹെക്സഗൻ സൈഡ് ആയിട്ട് വരുന്ന ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. അപ്പോൾ റെഗുലർ ഹെക്സഗന്റെ സൈഡ് എന്ന് പറയുന്നത് 2a ആണ്. അപ്പൊ 2a സ്ക്വയർ. നിങ്ങൾക്ക് എങ്ങനെ പേപ്പർ വന്നു? 6 ഇൻറ്റു √3/4 ഇൻറ്റു സൈഡ് 2a ആകുമ്പോൾ 2a ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4a സ്ക്വയർ. നോക്കിയേ, ആ ന്യൂമറേറ്ററിലെ 4ഉം ഡിനോമിനേറ്ററിലെ 4 കൂടെ ക്യാൻസൽ ചെയ്ത് പോവില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇനി എങ്ങനെ വരും? 6 ഇൻറ്റു √3 ഇൻറ്റു a സ്ക്വയർ. അതാണ് ടോട്ടൽ ഏരിയ വന്നത്. നമുക്ക് അന്നേരം ഇതിനെ വീണ്ടും ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അവിടെ നിങ്ങൾ നോക്കിയേ, ആ ഫസ്റ്റിൽ വന്നിരിക്കുന്ന 2a √3 ദ ഹോൾ സ്ക്വയർ, 2നെ സ്ക്വയർ ചെയ്യുമ്പോൾ 4 ആവും. a സ്ക്വയർ ചെയ്യുമ്പോൾ a സ്ക്വയർ ആവും. √3a സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് അങ്ങ് മാറി 3 ആവും. അപ്പോ ആ 2നെ സ്ക്വയർ ചെയ്തപ്പോൾ കിട്ടിയ 4ഉം √3a സ്ക്വയർ ചെയ്തപ്പോൾ കിട്ടിയ 3യും കൂടെ 4 × 3 12 ആയിട്ട് മാറും അല്ലെ. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും റീറൈറ്റ് ചെയ്യാം. √3/4 12a സ്ക്വയർ. 12a സ്ക്വയർ എങ്ങനെ വന്നെന്ന് മനസ്സിലായല്ലോ.
2a റൂട്ട് 3 ദ ഹോൾ സ്ക്വയറിനകത്ത് 2നെ സ്ക്വയർ ചെയ്യുക 4 കിട്ടും, a സ്ക്വയർ ചെയ്യുമ്പോൾ a സ്ക്വയർ കിട്ടും, റൂട്ട് 3 സ്ക്വയർ ചെയ്യുമ്പോൾ 3 കിട്ടും. ആ 4ഉം 3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടുന്നത്. ഇനി ഇവിടെ നോക്കി, ആ 4ഉം 12ഉം കൂടെ ക്യാൻസൽ ചെയ്തൂടെ? 4ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ? അന്നേരം നമുക്ക് എന്തരും 12ന്റെ അവിടെ 3 ആയിട്ട് മാറും. ആണല്ലോ. അപ്പൊ നമുക്ക് ടേംസ് എങ്ങനെ വന്നു? 3 റൂട്ട് 3 a സ്ക്വയർ ഡിവൈഡഡ് ബൈ 6 റൂട്ട് 3 a സ്ക്വയർ. നമുക്കൊരു ഫ്രാക്ഷൻ ഫോമിലേക്ക് ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. 3 റൂട്ട് 3 a സ്ക്വയർ ഡിവൈഡ് ബൈ 6 റൂട്ട് 3 a സ്ക്വയർ. റൂട്ട് 3 a സ്ക്വയറും റൂട്ട് 3 a സ്ക്വയറും നമുക്ക് ക്യാൻസൽ ചെയ്താണ് ഇവിടെ. പിന്നീട് റിമെയിൻ ചെയ്യുന്ന ഏതാണ്? 3/6 ആണ്. 3യുടെ മൾട്ടിപ്പിൾ അല്ലേ ന്യൂമറേറ്ററിലെ 3യും ഡിനോമിനേറ്ററിലെ 6ഉം. അപ്പൊ 3 കൊണ്ട് 3യെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. 3 കൊണ്ട് 6നെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. സോ ദ ഫ്രാക്ഷൻ റെഡ്യൂസസ് ടു 1/2 എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് വിത്തിൻ ദ ഗ്രീൻ പാർട്ട് ഈക്വൽ ടു 1/2. അപ്പോ ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യനൂടെ ഞാൻ പറയുന്നു. നിങ്ങൾ പ്രോബ്ലം നോട്ട്ബുക്കിലേക്ക് കവർ ചെയ്യുമ്പോഴത്തേക്ക് ഈ അഡീഷണൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചേർക്കണം. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഡോട്ട് ബീയിങ് ഔട്ട്സൈഡ് ദ ഗ്രീൻ കളർ. ഔട്ട്സൈഡ് ദ ഗ്രീൻ കളർ എന്ന് പറയുമ്പോൾ ഏതാണ്? ആ യെല്ലോ കളറിൽ വരാനുള്ള പ്രോബബിലിറ്റിയാണ്. കാരണം യെല്ലോയുടെയും ഔട്ടിൽ പോയില്ല എന്ന് ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അന്നേരം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇത് വീഡിയോ കണ്ട് നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്യുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യനകത്ത് ഒരു സബ് ക്വസ്റ്റ്യൻ കൂടെ ആഡ് ചെയ്യണം. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ ഡോട്ട് ഔട്ട്സൈഡ് ദ ഗ്രീൻ കളർ. അത് എങ്ങനെ സോൾവ് ചെയ്യും? ഇവിടം വരെ വന്നിട്ട് അടുത്ത സബ് ക്വസ്റ്റ്യന്റെ നമ്പർ ഇട്ട് നമ്മൾ എഴുതും. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ ഡോട്ട് ഇൻസൈഡ് ദ ഗ്രീൻ കളർ റീജിയൻ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ ഡോട്ട് ഔട്ട്സൈഡ് ദ ഗ്രീൻ കളർ റീജിയൻ എന്ന് പറഞ്ഞാൽ നോട്ട് ഇൻസൈഡിനെയാണ് നമ്മൾ ഔട്ട്സൈഡ് എന്ന് പറയുന്നത്, ഈക്വൽ ടു 1. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് ഔട്ട്സൈഡ് ദ ഗ്രീൻ കളർ റീജിയൻ ഈക്വൽ ടു 1 മൈനസ് 1/2. 1/2 എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് ഇൻസൈഡിന്റെ പ്രോബബിലിറ്റിയാണ് 1/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോബബിലിറ്റിയിൽ പഠിച്ചില്ലേ? പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവന്റ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് നോട്ട് ആൻ ഈവന്റ് ഈക്വൽ ടു 1. അത് യൂസ് ചെയ്താണ് നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞ സബ് ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് ആൻസർ ഫൈൻഡ് ഔട്ട്. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ വരുന്നത് 5th ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ബിലോ പിക്ചർ എ റെഗുലർ ഹെക്സഗൺ ഫോംഡ് ബൈ 2 overlapping equilateral triangles. Calculate the probability of a dot put without looking to be within the green part. നമുക്കിവിടെ ഫിഗർ തന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ 2 ഇക്വലാറ്റർ ട്രയാങ്കിൾസ് ഓവർലാപ്പ് ചെയ്തിട്ടാണ് നമുക്കിവിടെ റെഗുലർ ഹെക്സഗൺ ഫോം ചെയ്തിരിക്കുന്നത്. ഇതിന് ഏരിയ ഇല്ലാതെയും ചെയ്യാം, ഏരിയ വെച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ പ്രോബബിലിറ്റി പറയാം. നമുക്കിന്റെ സൊല്യൂഷൻ പാർട്ടിലേക്ക് പോവാം. നമ്മൾ ഫിഗർ കൺസിഡർ ചെയ്തോടെ ഇത് റെഗുലർ ഹെക്സഗൺ ആണ് അല്ലെ, ഗ്രീൻ കളർ. നമ്മൾ തൊട്ട് മുന്നേ ഉള്ള പ്രോബ്ലത്തിലും പറഞ്ഞു റെഗുലർ ഹെക്സഗന്റെ ഇന്നർ ആംഗിൾസ് ഒക്കെ എത്ര വെച്ച് വരും? 120 ഡിഗ്രി വെച്ച് വരും അല്ലെ. റെഡ് കളറിൽ മാർക്ക് ചെയ്തു 120 ഡിഗ്രി. ഇനി റിമൈനിങ് 120 വരുവേ. ഞാനിപ്പോ ഒരിടത്ത് മാത്രമേ ഇത് കൺസിഡർ ചെയ്തോളൂ. എന്തിനാന്നുള്ളത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ പറയാം. ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിലും പറഞ്ഞു ഈ റെഗുലർ ഹെക്സഗന്റെ ഒക്കെ ഡയഗണൽസ് 3 ഡയഗണൽസ് വരയ്ക്കുമ്പോൾ ആ റെഗുലർ ഹെക്സഗനെ 6 ഈക്വൽ ഇക്വലാറ്റർ ട്രയാങ്കിൾ ആകും. ഇനി ഔട്ട്സൈഡിൽ വരുന്ന ട്രയാങ്കിൾ കണ്ടില്ലേ അല്ലെ, ആ യെല്ലോ കളർ വരുന്ന ട്രയാങ്കിൾസ്, ആ ട്രയാങ്കിൾസ് ഏത് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ആണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആ ഔട്ട്സൈഡിൽ വരുന്ന ട്രയാങ്കിൾസ് നമ്മുടെ റെഗുലർ ഹെക്സഗന്റെ ഡയഗണൽസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്മോളർ ഇക്വലാറ്റർ ട്രയാങ്കിളുമായിട്ട് ഈക്വൽ ആയാൽ നമുക്ക് പ്രോബ്ലം സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഞാൻ ആ പുറത്തുള്ള ഔട്ട്സൈഡിൽ വരുന്ന യെല്ലോ കളറിൽ വരുന്ന ട്രയാങ്കിൾ ഏത് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ആണെന്നാണ് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ നമുക്കിവിടെ നോക്കിയേ, ആ റെഗുലർ ഹെക്സഗന്റെ ഇന്നർ ആംഗിൾസ് 120 ഡിഗ്രി വെച്ചാൽ അപ്പൊ ഔട്ടർ ആംഗിൾ എങ്ങനെ വരും? ഹെൻസ് ഇറ്റ്സ് ഔട്ടർ ആംഗിൾ ഈക്വൽ ടു ആ റെഡിന്റെ ഔട്ട്സൈഡിൽ വരും എന്ന് പറഞ്ഞാൽ ഏത് വരും? അത് രണ്ടും 60 വെച്ചല്ലേ വരുന്നത്. കാരണം എന്താ? നമ്മള് 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചു ഒരു പോളിഗന്റെ ഇന്നർ ആംഗിളും ആ ഇന്നർ ആംഗിളിന്റെ ജസ്റ്റ് ഔട്ട്സൈഡിൽ വരുന്ന ഔട്ടർ ആംഗിളും കൂടെ സം ചെയ്താൽ അത് ലീനിയർ പെയർ ആയിരിക്കും, 180 ആയിരിക്കും പഠിച്ചിട്ടുണ്ട്. 8th സ്റ്റാൻഡേർഡ് ആണ്. ഏതൊരു പോളിഗന്റെയും 1 ഇന്നർ ആംഗിളും ആ സൈഡിനെ, അതായത് ആ ഇന്നർ ആംഗിൾ വരുന്ന സൈഡിനെ ഔട്ട്സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്സൈഡിലെ ഔട്ടർ ആംഗിളും കൂടെ സം ചെയ്താൽ 180 കിട്ടും. ഇവിടെ ആ റെഡ് കളറിൽ വരുന്നത്
120 ആണ്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ബ്ലൂ കളറിൽ വരുന്ന എന്തായിട്ട് വരും? 60 ഡിഗ്രി ആയിട്ട് വരും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കിയേ, നമ്മുടെ ഔട്ട്സൈഡിൽ വരുന്ന യെല്ലോ കളറിലുള്ള ആ ട്രയാങ്കിളിന്റെ 2 ആംഗിൾസ് എങ്ങനെ വന്നു? 60 ഡിഗ്രി ഈച്ച് അല്ലേ? അല്ലെ? ഹെൻസ് 2 ആംഗിൾസ് ഓഫ് ഔട്ടർ യെല്ലോ കളേർഡ് ട്രയാങ്കിൾസ് ആർ 60 ഡിഗ്രി ഈച്ച്. ഒരു ട്രയാങ്കിളിൽ മാത്രമേ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂവെങ്കിലും ഈ ഡിസ്കഷൻ റിമൈനിങ് വരുന്ന 5 യെല്ലോ കളർ ട്രയാങ്കിളിനും എഫക്ട് ചെയ്യും. അതുപോലെ തന്നെ അവിടെയും ഇത് ആപ്ലിക്കബിൾ ആകുമെന്ന് മനസ്സിലാക്കണം. അല്ല നമ്മൾ ഇത് 6 യെല്ലോ കളർ ട്രയാങ്കിളിന് വേണ്ടി ഡിസ്കസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എക്സാം ഹാളിൽ സമയം കിട്ടാതായി പോകും. സോ ആ യെല്ലോ കളറിൽ വരുന്ന ട്രയാങ്കിളിന്റെ 2 ആംഗിൾസ് ആ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോത്ത് ആർ 60 ഡിഗ്രി. അപ്പോൾ ഇനി തേർഡ് ആംഗിൾ എങ്ങനെയായിരിക്കും വരുന്നത്? Therefore, the third angle of outside triangle എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡിൽ വരുന്ന യെല്ലോ കളർ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിന്റെ ടോട്ടൽ ഇന്നർ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ആണ്. ഇപ്പോൾ ഇവിടെ 2 ആംഗിൾസ് 60 ഡിഗ്രി ഈച്ച് എന്ന് പറഞ്ഞാൽ 60 + 60 120 ആയി. അപ്പോൾ ടോട്ടലായ 180യിൽ നിന്ന് ഈ 2 ആംഗിൾസിന്റെ സമ്മായ 120 സബ്സ്ട്രാക്ട് ചെയ്താൽ we will get the third angle as 60 ഡിഗ്രി. നിങ്ങൾ നോക്കിയേ, നമ്മുടെ ഔട്ട്സൈഡിൽ വരുന്ന ആ സ്മോളർ യെല്ലോ കളർ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസും 60 അല്ലേ? ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസ് എല്ലാം 60 വെച്ച് വരുമ്പോൾ ആ ട്രയാങ്കിൾ ഏത് ട്രയാങ്കിൾ ആവും? ഇറ്റ് ഈസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആവും അല്ലെ? അപ്പോ നമ്മുടെ ഹെക്സഗന്റെ ഔട്ട്സൈഡിൽ വന്നിരിക്കുന്ന 6 യെല്ലോ കളർ ട്രയാങ്കിളുകളും ഏത് ട്രയാങ്കിൾ ആണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് ആർക്ക് ഈക്വൽ ആണ്? നമ്മുടെ റെഗുലർ ഹെക്സഗന്റെ സൈഡിന് ഈക്വൽ ആണ് അല്ലെ? നോക്കിയേ, നിങ്ങൾ യെല്ലോ കളറിൽ വരുന്ന ട്രയാങ്കിൾ എല്ലാം ഹെക്സഗന്റെ സൈഡിലല്ലേ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്? അതായത് യെല്ലോ കളറിൽ വരുന്ന ട്രയാങ്കിൾ അവിടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ്സ് ആർക്ക് ഈക്വൽ ആണ്? റെഗുലർ ഹെക്സഗന്റെ സൈഡിന് ഈക്വൽ ആണ്. സോ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലും പറഞ്ഞു, നമ്മുടെ റെഗുലർ ഹെക്സഗന്റെ ഡയഗണൽസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്താൽ നമുക്കത് അവിടെയും 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആവും അല്ലെ? അന്നേരം ഇവിടെ ഹിയർ സൈഡ്സ് ഓഫ് യെല്ലോ കളേർഡ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആർ ഈക്വൽ ടു ദ സൈഡ്സ് ഓഫ് ഹെക്സഗൺ നമ്മൾ പറഞ്ഞു. അതുപോലെ ദ ഡയഗണൽസ് ഓഫ് റെഗുലർ ഹെക്സഗൺ ഡിവൈഡ്സ് ഇറ്റ് ഇൻടു 6 ഈക്വൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഹാവിംഗ് സൈഡ് ഈക്വൽ ടു ഔട്ടർ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെ? നിങ്ങൾ നോക്കിയ ഗ്രീൻ കളറിൽ വരുന്ന റെഗുലർ ഹെക്സഗണ് ഞാൻ ഡയഗണൽ കൺസ്ട്രക്ട് ചെയ്തപ്പോൾ അവിടെ കൗണ്ട് ചെയ്ത് നോക്കിയേ, 6 ട്രയാങ്കിൾസ് ആയി. ആ 6 ട്രയാങ്കിൾസും ഇക്വിലാറ്ററൽ ആണ്, ഈക്വൽ ആണ്. ആ ഗ്രീൻ കളറിൽ വരുന്ന സ്മോളർ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡും ഔട്ട്സൈഡിൽ വരുന്ന യെല്ലോ കളറിൽ വരുന്ന ഇക്വിലാറ്ററലിന്റെ സൈഡും കോമൺ സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ റെഗുലർ ഹെക്സഗന്റെ സൈഡാണ്. എന്ന് പറഞ്ഞാൽ യെല്ലോ കളറിൽ വന്നിരിക്കുന്ന ഇക്വിലാറ്ററൽ ട്രയാങ്കിളും ആ ഗ്രീൻ കളറിലെ സ്മോളർ ഇക്വിലാറ്ററൽ ട്രയാങ്കിളുകളും ഈക്വൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് എന്ന് അർത്ഥം അല്ലെ? നമ്മള് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് വിത്തിൻ ദ ഗ്രീൻ പാർട്ട് ഈക്വൽ ടു ഏരിയ ഓഫ് ഗ്രീൻ റീജിയൻ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ഗ്രീൻ ആൻഡ് യെല്ലോ റീജിയൻ എന്ന് പറഞ്ഞാൽ ഫേവറബിൾ ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ. നമ്മുടെ ടോട്ടൽ ആയിട്ട് വരുന്ന റീജിയനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ നോക്കിയേ, എല്ലാം ഇക്വിലാറ്ററൽ ട്രയാങ്കിളുകളാണ് അല്ലെ? ഔട്ട്സൈഡിൽ ഒരു 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിളും ഇൻസൈഡിൽ ഒരു 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിളും എന്ന് പറഞ്ഞാൽ ടോട്ടൽ 12 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് നമ്മുടെ റീജിയൻ അല്ലെ? ആ 12 ഇക്വിലാറ്ററൽ ട്രയാങ്കിളും ഈക്വൽ ആണ്. അന്നേരം ടോട്ടൽ 12 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ നമ്മുടെ റീജിയനിൽ ഇപ്പോൾ ഉണ്ട്. നമ്മളെ ഫേവർ ചെയ്യുന്നവർ എത്രയുണ്ട് അതിനകത്ത്? 6 ഉണ്ട്. കാരണം നമ്മൾ പ്രോബബിലിറ്റി നേരത്തെ പഠിച്ചില്ലേ, ഫേവറബിൾ നമ്പർ ബൈ ടോട്ടൽ എന്ന് പഠിച്ചില്ലേ? അതായിരിക്കും ഇവിടെ ലോജിക്കലി ഏറ്റവും എളുപ്പം. കാരണം ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാളും ഫേവറബിൾ ബൈ ടോട്ടൽ. ഞാൻ പ്രോബബിലിറ്റി തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇനി സിംഗിൾ ട്രയൽ ആയിക്കോട്ടെ, പെയ്ഡ് ആയിക്കോട്ടെ, ജോമെട്രിക്കൽ ആയിട്ട് എന്തായിക്കോട്ടെ, ഫേവറബിൾ ബൈ ടോട്ടൽ ആണ് പ്രോബബിലിറ്റി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. അപ്പോ ഇവിടെ നമുക്ക് ഏരിയ വെച്ച് ഫേവറബിൾ ഏരിയ ബൈ ടോട്ടൽ ഏരിയ എന്ന് പറയുന്ന ആ ഫോർമുല കൊണ്ടുവന്ന് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ നമ്മുടെ ടോട്ടൽ ഏരിയയ ഈക്വൽ 12 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആയിട്ട് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് ഇനി ഏരിയ വേണ്ട, നമുക്ക് അതിന്റെ നമ്പർ വെച്ചിട്ട് നമുക്ക്
സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 6 ഇക്വിലാറ്റർ ട്രയാങ്കിൾ ഡിവൈഡ് ബൈ 12 ഇക്വിലാറ്റർ ട്രയാങ്കിൾ. 6 ഇക്വിലാറ്റർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫേവർ ചെയ്യുന്ന ആ ഗ്രീൻ കളറിൽ വരുന്ന 6 ഇക്വിലാറ്റർ ട്രയാങ്കിൾ. 12 ഇക്വിലാറ്റർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഏതാ? ആ ഗ്രീനും യെല്ലോയും കൂടെ ചേർന്ന് വരുന്ന ടോട്ടൽ റീജിയൻ, അതാണ് 12 ഇക്വിലാറ്റർ ട്രയാങ്കിൾ. അവിടെ നമുക്ക് നോക്കി 6ഉം 12ഉം 6ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ? 6 കൊണ്ട് നമുക്ക് 6നെ ക്യാൻസൽ ചെയ്യുമ്പോൾ 1 കിട്ടും, 6 കൊണ്ട് 12നെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് 2 കിട്ടും. സോ ദ ഫ്രാക്ഷൻ റെഡ്യൂസസ് ടു 1/2 എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് വിത്തിൻ ഗ്രീൻ പാർട്ട് ഈക്വൽ ടു 1/2. ഇവിടെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സബ് ക്വസ്റ്റ്യൻ കൂടെ ആഡ് ചെയ്യാം, സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുക്കാം. എങ്ങനെ കൊടുക്കാം? ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഡോട്ട് ഔട്ട്സൈഡ് ദ ഗ്രീൻ റീജിയൻ. ഔട്ട്സൈഡ് ദ ഗ്രീൻ റീജിയൻ എന്ന് പറഞ്ഞാൽ ആ വൈറ്റ് റീജിയനിനകത്തല്ല പോകുന്നത്. ഔട്ട്സൈഡ് ദ ഗ്രീൻ റീജിയൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇൻഡിക്കേറ്റ് ആ യെല്ലോ റീജിയനകത്ത് വരാനുള്ള പ്രോബബിലിറ്റി. അവിടെ നമുക്ക് എങ്ങനെ ഫോർമുല എടുക്കുന്നത്? പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് വിത്തിൻ ഗ്രീൻ പാർട്ട് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് നോട്ട് വിത്തിൻ ഗ്രീൻ പാർട്ട് ഈക്വൽ ടു 1. നോട്ട് വിത്തിൻ ഗ്രീൻ പാർട്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദ ഗ്രീൻ പാർട്ട് എന്നാണ്. എന്നിട്ട് നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് 1 - 1/2 കൊടുത്തു കഴിഞ്ഞാൽ 1/2 ആൻസർ കിട്ടുന്നതാണ്. ഇതോടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജോമെട്രിക്കൽ പ്രോബബിലിറ്റിയുടെ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രാക്ടീസ് സെക്ഷൻ അതൊരു ക്വസ്റ്റ്യൻസ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിരുന്നത്, ഇൻ ദ ബിലോ ഗിവൺ ഫിഗർ PQR are the midpoints of the sides of triangle ABC. Another triangle is drawn by joining the points PQR. If a dot is placed into the figure without looking to the picture. Sub question 1, what is the probability of falling the dot in triangle PQR? Sub question 2, what is the probability of falling the dot outside the triangle PQR? ഔട്ട്സൈഡ് ദ ട്രയാങ്കിൾ PQR എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാല് PR മുകളിൽ വരുന്നതല്ലേ PCR അല്ലേ, അതുപോലെ PQA ആകാം, അല്ലെങ്കിൽ BQR ആകാം. ആ 3 ട്രയാങ്കിൾസ് വരുന്ന റീജിയനകത്താണ് ഔട്ട്സൈഡ് ദ PQR എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെയും നമ്മൾ 9th പഠിച്ചിട്ടുണ്ട്, ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡ്സിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈൻ ആ ട്രയാങ്കിളിന്റെ 3rd സൈഡിന് പാരലലും 3rd സൈഡിന്റെ ലെന്തിന് ഹാഫുമായിരിക്കും. 9th സ്റ്റാൻഡേർഡിലെ ടോപ്പിക്കാണ്. അത് യൂസ് ചെയ്തുകൊണ്ട് വേണം ഇവിടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. അതോടൊപ്പം അന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നമ്മൾ ഈ ഇങ്ങനെ ഇതേ ഫിഗർ തന്നെ, ഇതേ ഫിഗർ എടുത്തിട്ട് ആ 4 ട്രയാങ്കിൾസും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 9th ടെക്സ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കണം കേട്ടോ. എന്ന് പറഞ്ഞാല് APQവും BQRും CPRും അതുപോലെ PQRും 4 സ്മോളർ ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ 9th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്തൊന്ന് റെഫർ ചെയ്യണം. അത് റെഫർ ചെയ്തിട്ട് വേണം ഇതിന്റെ പ്രോബ്ലം സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ഞാൻ ഗ്രൂപ്പില് നിങ്ങൾക്ക് പ്രോബബിലിറ്റി ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഒരു 12 ക്വസ്റ്റ്യൻസിന്റെ PDF ഫയൽ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇനി അതാരെങ്കിലും കണ്ടിട്ടില്ല എങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് അറിയാലോ, ഈ വീഡിയോ കണ്ട് നമ്മൾ താഴേക്ക് വരുമ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ടാവുമല്ലോ, ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഈ PDFന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അന്നേരം ഗ്രൂപ്പിൽ അത് കണ്ടിട്ടില്ലാത്തവർ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് PDFന്റെ ഫയൽ കിട്ടും. അതിനകത്തൊരു 12 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും സോൾവ് ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ എപ്പോഴും പറയുന്ന ഒന്നുകിൽ വാട്സപ്പ് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ചെയ്യാം. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.